ഇരുത്തം കണ്ടില്ല, ഇരുത്തം കണ്ട മനസ്സിലാവില്ലടി, അടിയും കൂടി ആൾക്കാരും 12 ലഗേജും അതും കൺഫേം ആവാത്ത ടിക്കറ്റും. എങ്ങനെ ഇതൊക്കെ കൊണ്ട് നാട്ടിലെത്തിയ ഐഡിയ ഇല്ല. ഹിന്ദി അറിയാത്ത ഞങ്ങളും നാട്ടിലിപ്പോ മാത്രം മനസ്സിലാവും, പറയണതൊന്നും മനസ്സിലാവില്ല. ഡൽഹി വ്ലോഗ് എടുക്കാൻ പറ്റിയിട്ടില്ല, 2 ദിവസമായിട്ട് ഫോൺ സ്റ്റോറേജ് ഒക്കെ എല്ലാവരും ഫില്ലാണ്. അപ്പൊ അതുകൊണ്ട് ഡൽഹി വ്ലോഗ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. സത്യം പറ, ഡൽഹി വ്ലോഗ് ആയിരുന്നു എടുക്കേണ്ടത്. ഇത്രയും വലിയ അഡ്വഞ്ചറസ് സാധനങ്ങൾ ഇനി ലൈഫിൽ നമുക്ക് വരാനില്ല, സ്വപ്നങ്ങളിൽ മാത്രം. എന്നൊക്കെ ആരൊക്കെ കണ്ണു വെച്ചിട്ടാണോ എന്തോ. ഞാൻ ഇന്നലെ പറഞ്ഞ നമ്മളെ ഫോട്ടോ ഇട്ടിട്ട് ഓം അത് ശരിക്ക് ചെയ്യണം. ബിക്കോസ് നമുക്ക് എന്തൊക്കെ ഒരാളുണ്ട് എന്താണ് സ്നാപ്പ് ഇട്ടപ്പോ ഒയ്യൊക്കെ എന്ത് ഭാഗ്യവതി ആയി. കണ്ടോളൂ കണ്ടോളൂ ഭാഗ്യം കണ്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ട്രെയിനില് ഇതും വെച്ച് ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കേറാൻ പോകുന്നത്. അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞിരുന്നതൊക്കെ. നാട്ട് വിടോ ടീന്നറിയില്ല, നാട്ടിലെത്തുവോ എന്നോ എവിടൊക്കെ എങ്ങനെയൊക്കെയാ പോവാന്നും അറിയില്ല. ഇതൊക്കെയാണ് ഞങ്ങളെ ബിഹൈൻഡ് ദ സീനുകൾ. നിങ്ങൾ സ്റ്റോറി മാത്രമേ കാണുന്നുള്ളൂ, സെറ്റപ്പുകൾ മാത്രമേ ഞങ്ങൾ കാണിക്കുന്നുള്ളൂ. ഇതും കൂടെ അതിനിപ്പോ പോകുന്നതേ താജ്മഹൽക്കാണ് അടുത്തതിന്. വീഡിയോ കണ്ടാ പറയോ വിചാരിക്കും ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വേറെ കടയിൽ പോ, അല്ല താജ്മഹലിലേക്കാണ് പോകുന്നത്. ആൾക്കാരെടുത്തത് മൊത്തം ഓരോ കേട്ടാണെങ്കിൽ ബസ് അത് പറഞ്ഞു ബസ്സിന്നത് അങ്ങനെ ഇന്നത്തെ ദിവസത്തിനാണ് പോയി. രാവിലെ ആരൊക്കെയാണ് ആരിനോട് അയാൾ ഇങ്ങനെ ഡൽഹി മുഴുവൻ വാങ്ങിയാടി ലഗേജ് കൊണ്ടുകൊടുക്കാൻ. രാവിലെ ബസ്സിൽ ലഗേജ് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയപ്പോ അങ്ങനെ വിചാരിക്കും ഈ കാണുന്നത് മാത്രമാണ് ലഗേജ്, അല്ല ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം ഞങ്ങൾക്ക് അറിയില്ല. താജ്മഹൽ കാണാൻ വന്നിട്ട് ഇവിടെ 1 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്നല്ലാതെ ഇതുവരെ താജ്മഹലിന് ഒരു ചെറിയ ഭാഗം പോലും കണ്ടിട്ടില്ല. കോല് കണ്ടു, പക്ഷെ ഞങ്ങൾ ആ കോല് തെറ്റിച്ച് ഇപ്പൊ തന്നെ എത്തൂല, കുറച്ചും കൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോല് കഴിഞ്ഞിട്ട് 100 മീറ്റർ ആയുള്ളൂ കാര്യം, 1 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. ഇതിപ്പോ നോക്കാം